പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊന്നിൻ ചിങ്ങമാസ പുലരി പിറന്നതോടെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല ഭക്തജന തിരക്കാണ് കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് നമ്മുടെ ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് തത്സമയം. ലെവിൻ, ഗുഡ് മോർണിംഗ്. അപ്പം ഹാപ്പി ചിങ്ങം 1. അപ്പോൾ ലെവിൻ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗുരുവായൂരാണ്. ബാക്കിൽ നല്ല ആൾക്കാരെ കാണും, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ വിശേഷങ്ങൾ? ചിങ്ങം 1 ഗുരുവായൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ്? സേതു, ഗുഡ് മോർണിംഗ്. ഒപ്പം പുതുവത്സര ആശംസകൾ. മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് ചിങ്ങം 1 കർഷക ദിനം മാത്രമല്ലല്ലോ, നമ്മുടെ പുതുവത്സരം കൂടിയല്ല. അപ്പം പുതുവത്സര ആശംസകൾ. പറഞ്ഞതുപോലെ ഗുരുവായൂരാണ് ഉള്ളത്. ഗുരുവായൂരിൽ പറഞ്ഞതുപോലെ എപ്പോഴുമുള്ള തിരക്ക് അത് ചിങ്ങമാസത്തിലും ഉണ്ട്. മലയാള മാസം 1-ാം തീയതി അത് വലിയ തിരക്കുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കമുള്ള ഭക്തർ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി മടങ്ങിയിരുന്നു. ഇപ്പോൾ നിരവധിയായിട്ടുള്ള ഭക്തർ ക്ഷേത്രത്തിലെത്തി തൊഴുത് മലയാള മാസത്തിന് മലയാള വർഷത്തിന് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തൊഴുത് കണ്ണനെ കണി കണ്ട് തൊഴുത് ദർശനം നടത്തി മടങ്ങുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ നടക്കുന്നു. ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കല്യാണത്തിൻ്റെ കൂടി മാസമാണ്. ഗുരുവായൂരിൽ ഇന്നു മുതൽ കല്യാണത്തിൻ്റെ ബഹളവും തിരക്കുമൊക്കെ നടക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ്. അടുത്ത ഞായറാഴ്ച 23-ന് റെക്കോർഡ് കല്യാണമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഒരു ദിവസം അടുത്ത ഞായറാഴ്ച ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 379 കല്യാണങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ വധുവരന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എപ്പോഴും ക്ഷേത്രത്തിലെത്തുന്നതും തൊഴുതുന്നതുമൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിയ ഒരു കൂട്ടം ആളുകൾ ഇവിടെ തൊഴുതു നിൽക്കുന്നതും മറ്റുമൊക്കെ കാണാം. അവരോടുകൂടി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. മലയാള മാസം 1-ാം തീയതിയാണല്ലോ. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നതിൻ്റെയൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. മലയാള മാസം 1-ാം തീയതിയാണ്. ഗുരുവായൂരിൽ തന്നെ തൊഴുതു തുടങ്ങുകയാണല്ലേ? അതെ അതെ, കല്യാണത്തിന് വന്നാണ്. ചിങ്ങം 1-ആണ്. അതെ അതെ. എന്താണ് പറയാ, ഈ ക്ഷേത്രത്തിൽ തൊഴുതോ? തൊഴുതു സന്തോഷം. അങ്ങനെ കല്യാണത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ എത്തിയ ആളുകളുണ്ട്, ഭക്തരുണ്ട്. നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും. അവിടെ ഒരു പുതിയ കപ്പിൾസ്, 2 ദമ്പതിമാർ ഉണ്ട്. വിവാഹം കഴിഞ്ഞാണോ എന്നറിയില്ല. അവരോട് കൂടി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ ഗോപിനാഥ് അടക്കമുള്ള ആളുകളുണ്ട്. ഹലോ, ഹാപ്പി മാരീഡ് ലൈഫ്. ആദ്യം കല്യാണം കഴിഞ്ഞോ? ഇല്ല, കഴിക്കാൻ പോകുന്നുണ്ട്. ഗുരുവായൂരിൽ നിന്ന് മലയാള മാസം 1-ാം തീയതി കല്യാണം കഴിക്കുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് കിടക്കുകയാണല്ലേ? അതെ, കിടക്കുകയാണ്. എത്രമാത്രം സന്തോഷമുണ്ട് ഈ മലയാള വർഷം 1-ാം തീയതി? സന്തോഷമുണ്ട്. ചിങ്ങമാസം 1-ാം തീയതി തന്നെ കല്യാണം നടക്കുന്നതിൽ അപ്പോയിൻമെൻറ്റും കറക്റ്റായ ടൈമിൽ തന്നെ കിട്ടി. വളരെ ഹാപ്പിയാണ്. ഇനി ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു കല്യാണത്തിൻ്റെ മാസമാണ്. ഗുരുവായൂരടക്കം വലിയ തിരക്കുകളാണ്. അതെ, എന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ അപ്പോയിൻമെൻറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടെ വരുന്നുണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. ഗുരുവായൂർ തന്നെ നേരത്തെ നിശ്ചയിച്ചാണോ കല്യാണമൊക്കെ? അതെ അതെ, ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ രണ്ടുപേർക്കും അടിപൊളി ഒരു ജീവിതം ആശംസിക്കുന്നു. എന്തായാലും ഭംഗിയാവട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു. ഓക്കെ, അങ്ങനെ കല്യാണത്തിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഗുരുവായൂരുണ്ട്. ഒപ്പം അതിൻ്റെ മറ്റെല്ലാ വിധത്തിലുള്ള തിരക്കുകളിലേക്ക് കടക്കുകയാണ് ഗുരുവായൂർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് കാണാം, വലിയ തിരക്ക് തന്നെയുണ്ട്. ഗുരുവായൂരിനെ സംബന്ധിച്ചുകൊണ്ട് ഓണം ഒട്ടേറെ വിശേഷങ്ങൾ ഒപ്പം ഓണവും പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ പൂക്കളം നമ്മൾ കണ്ടതാണ്. 10 ദിവസവും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ വിവിധ ഭാവത്തിലുള്ള രൂപങ്ങൾ അത് അതിൻ്റെ ഭാഗമായിട്ട് പൂക്കളങ്ങളായി ഒരുക്കുന്നതുമൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ നമുക്ക് പറയാനാകും. ഏതായാലും നിലവിലെ തിരക്ക് ഇപ്പോൾ ഒരല്പം കുറവാണെന്ന് വേണം പറയാം. സാധാരണഗതിയിൽ ഇതല്ല ഗുരുവായൂരിൻ്റേതായിട്ടുള്ള തിരക്ക്. വലിയ തിരക്കുകൾ തന്നെ എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ ഉത്രാടത്തിൻ്റെ അന്ന് അവിടെ ഉത്രാടക്കുല സമർപ്പിക്കാൻ ഒട്ടേറെ ഭക്തന്മാർ എത്തും. ഉത്രാടക്കുലകളുമായി മണിക്കൂറുകൾ ക്യൂ നിന്ന് ദർശനം നടത്തുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. വിഷുവിനെ പോലെ തന്നെ ഓണത്തിനും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭക്തരെത്തുന്നതും മറ്റും. ഏതായാലും മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഓരോ ആഘോഷങ്ങളുമൊക്കെ തുടങ്ങുന്നത്. ഹിന്ദു വിശ്വാസികളെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ പതിവ് തെറ്റിക്കാൻ ഗുരുവായൂരിലെ ഭക്തരും തയ്യാറായിട്ടില്ല. ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തർ. ഏതായാലും എല്ലാവർക്കും ശരി. അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അത്യാവശ്യം നല്ല ഭക്തജന തിരക്കുണ്ട്.